വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളോ വലിയ നികുതി പരിഷ്കാരമോ ഇല്ലാതെ രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം ഒറ്റയടിക്ക് തീരുവ കൂട്ടി. ഇറക്കുമതി തീരുവ 2.5% കൂട്ടിയതോടെ സ്വർണ്ണവില കുത്തനെ ഉയരും. പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താൻ 70,000 കോടി രൂപ നീക്കിവെച്ചു. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. രാജ്യമെങ്ങും യാത്ര ചെയ്യാനും പണം പിൻവലിക്കാനും ഉപയോഗിക്കാവുന്ന ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ കാർഡും ബജറ്റിൽ പ്രഖ്യാപിച്ചു. To review excise duty and cess on petrol and diesel, I propose to increase special additional excise duty and road and infrastructure cess, each one by 1 rupee a litre on petrol and diesel. It is also proposed. Nirmala Sitharamante ആദ്യ ബജറ്റിലെ ഏറ്റവും മാരകമായ പ്രഹരമാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കൂട്ടാനുള്ള നിർദ്ദേശം. 1 രൂപ വീതം അധിക എക്സൈസ് തീരുവയും 1 രൂപ വീതം സെസ്സുമാണ് ഏർപ്പെടുത്തിയത്. സ്വർണത്തിന് തീരുവ കുറയ്ക്കണമെന്ന നിവേദനങ്ങൾക്ക് നടുവിൽ 2.5% ഇറക്കുമതി തീരുവ കൂടുതലായി ഏർപ്പെടുത്തുകയാണ് ബജറ്റ്. ഇതോടെ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടാകും. രാജ്യമെങ്ങും വിമാനത്തിലും ട്രെയിനിലും ബസ്സിലും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ കാർഡാണ് പുതുമയുള്ള പ്രഖ്യാപനം. We will build on the successful model in ensuring power connectivity. One nation, one grid. Earlier we spoke about one nation, one card for mobility of common man. Now it is one nation, one grid. That has ensured power availability to states at affordable rates. പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താൻ 70,000 കോടി രൂപ നീക്കിവെച്ചു. വിദേശ ഇന്ത്യക്കാർ 180 ദിവസം കാത്തുനിൽക്കാതെ ഇന്ത്യയിലെത്തിയാലുടൻ ആധാർ ലഭിക്കും. വാടക ചട്ടങ്ങളും പാട്ടക്കരാർ നിയമങ്ങളും പൊളിച്ചെഴുതും. സേവന സന്നദ്ധ സംഘടനകൾക്ക് പണം സമാഹരിക്കാൻ പുതിയ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് വേറിട്ട പ്രഖ്യാപനം. സെബിക്ക് കീഴിൽ തുടങ്ങുന്ന ഈ എക്സ്ചേഞ്ചിലൂടെ ട്രസ്റ്റുകൾക്കും NGOകൾക്കും പണം സമാഹരിക്കാം. Towards creating an electronic fundraising platform, a social stock exchange under the regulatory ambit of Securities and Exchange Board of India, the SEBI, for listing social enterprises and voluntary organizations. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണത്തിന് നിയമനിർമ്മാണവും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള പദ്ധതികളും ബജറ്റിലുണ്ട്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ രണ്ടാം മോഡി സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല. ആദായ നികുതിയിൽ ഇളവ് പ്രതീക്ഷിച്ചവർക്കും നിരാശ തന്നെ ഫലം. പാർലമെന്റിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി തന്നെ സൂചിപ്പിച്ചതുപോലെ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇന്ധന വിലക്കുറവ് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് കിട്ടിയത് ഒരു പരിധിവരെ ഇരുട്ടടി കൂടിയാണ്. വിലക്കയറ്റം അതെങ്ങനെ കൂടും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. എന്നിരുന്നാൽ തന്നെയും പൊതുവെ എന്താണ് ബജറ്റിനോടുള്ള പ്രതികരണങ്ങൾ, ഭരണപക്ഷ പ്രതിപക്ഷ പ്രതികരണങ്ങൾ? ഗോപി, അതായത് നിർമ്മലാ സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പൊതുവെ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ വരാനിരിക്കുന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചുരുക്കം ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളെങ്കിലും ഉണ്ടാകുമെന്നതായിരുന്നു. പക്ഷെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ നമ്മൾ കണ്ടതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് BJP കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി വലിയ പ്രഖ്യാപന പെരുമഴ തന്നെയാണ് നടത്തിയിരുന്നത്. പക്ഷേ ആദ്യ ബജറ്റിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. കുറെ കൂടി സാമ്പത്തിക മേഖലകളിലെ പ്രതിസന്ധികളെ പരോക്ഷമായെങ്കിലും അഭിസംബോധന ചെയ്തുകൊണ്ട് അത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ പെട്രോളിനും ഡീസലിനും തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത് 2 രൂപയുടെ വില കൂടുതൽ ഉണ്ടാകാൻ പോകുന്നതാണ്. സാധാരണക്കാരെ ഏറ്റവും വലുതായി ബാധിക്കാൻ പോകുന്നത്. കേരളമടക്കമുള്ള ഉപഭോഗ സംസ്ഥാനങ്ങളിൽ ഇത് വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് അവശ്യ വസ്തുക്കളുടെ വില ഉയരുന്നതിനും യാത്രാ ചാർജ് കൂടുന്നതിനും ഒക്കെ തന്നെ ഇത് കാരണമാക്കാനുള്ള സാധ്യതയാണുള്ളത്. അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. അതിനെ ആ രീതിയിൽ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വർണത്തിന്റെ തീരുവ 2% കൂട്ടിയതിനെയും ആ ഒരു ന്യായീകരണം നടത്തുന്നു. ഒപ്പം സാധാരണക്കാർക്ക് വലിയ പോറലേൽപ്പിക്കാതെ അതീവ സമ്പന്നരെ മാത്രം അവരിൽ നിന്നും നികുതിയും മറ്റ് ആനുകൂല്യങ്ങളും പിടിച്ചു വാങ്ങുന്നതാണ് ഈ ബജറ്റ് എന്നൊരു വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. ഉദാഹരണത്തിന് 2 കോടി മുതൽ 5 കോടി വരെ വരുമാനമുള്ളവർക്ക് 3% അവരിൽ നിന്നും അധിക നികുതി ഈടാക്കുക. 5 കോടി മുതൽ 7 കോടി വരെ ഉള്ളവരിൽ നിന്നും അതിൽ കൂടുതൽ നികുതി ഈടാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അതേസമയം തന്നെ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഈ ബജറ്റ് എന്ന വിമർശനം ഇതിനകം തന്നെ പ്രതിപക്ഷം
വളരെ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ വിശദീകരിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, അതിസമ്പന്നരെ മാത്രമാണ് ഈ ബജറ്റിലൂടെ നികുതി വലയിലടക്കം ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന ഒരു വിശദീകരണം വരുന്നു. ഏതായാലും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ കഴിഞ്ഞ ആദ്യത്തെ 5 വർഷത്തെ ഭരണത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് നിർമ്മലാ സീതാരാമന്റെ ഇന്നത്തെ ബജറ്റ് അവതരണം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ബജറ്റിലൂടെ കൃത്യമായി രാഷ്ട്രീയമായ സന്ദേശം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ബിജെപിയുടെ പ്രകടന പത്രിക മാത്രമാണെന്ന വിമർശനമാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിലെ മധ്യവർഗം ഈ ബജറ്റോടെ പുരോഗതിയിലേക്ക് പോകും എന്നാണ് അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ പുതുതായി ഒന്നുമില്ല എന്നും അവർ പുതിയ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ പഴയ ഇന്ത്യ പുതിയ വീഞ്ഞിൽ നൽകുന്നു എന്ന് പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്യുന്നു. ഉണ്ണി, ഈ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം ആദ്യത്തെ ക്യാബിനറ്റ്, അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, കാർഷിക മേഖലയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു. ഇനി ഈ സർക്കാരിൻ്റെ ഊന്നൽ വലിയ തോതിൽ അതിലായിരിക്കുമെന്ന് അന്ന് മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു. ബജറ്റ് കാർഷിക മേഖല എങ്ങനെ കാണാം? കാർഷിക മേഖല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ സമ്മാനിച്ച ഒരു മേഖല കൂടിയാണ്. കാരണം നമ്മൾ കണ്ടതാണ് 3 സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് തിരിച്ചടിയേൽക്കുന്നതും കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതും. അവിടെ മുതലാണ് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ 6000 രൂപ കർഷകർക്ക് പ്രതിവർഷം നൽകുന്ന പ്രഖ്യാപനം നടത്തി. അതിൽ ഒരുപക്ഷെ 8000 രൂപയാക്കി ഉയർത്തുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ബജറ്റിൽ സംഭവിച്ചിട്ടില്ല. കാർഷിക മേഖലയിൽ പുതിയ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗാവ് ഗരീബ് കിസാൻ എന്നാണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്. പാവപ്പെട്ടവർ, ഗ്രാമങ്ങൾ, കർഷകർ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം തന്നെ നൽകും ഈ സർക്കാർ എന്നാണ് വ്യക്തമാക്കുന്നത്. എല്ലാ ഗ്രാമീണ ഇന്ത്യൻ കുടുംബങ്ങൾക്കും വൈദ്യുതിയും പാചകവാതകവും ലഭ്യമാക്കുമെന്ന് പറയുന്നു. പാചകവാതകം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ തന്നെ തുടങ്ങിയതാണ്. അതിന്റെ തുടർച്ചയായിരിക്കും ഇനി ഉണ്ടാവുക. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി 2021-22 ആകുമ്പോഴേക്കും 1.95 കോടി വീടുകൾ വരുമെന്ന് പറയുന്നു. വീടുകൾ പൂർത്തിയാകാനുള്ള സമയം 314 നിന്ന് 114ലേക്ക് താഴ്ന്നുവെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് കർഷകർക്ക് സീറോ ഒരു വരുമാനവും ഒരു ചിലവുമില്ലാതെ ഫാമിംഗ് സാധ്യമാകുന്നതിനുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. ചിലവില്ലാതെ കൃഷി നടത്താമെന്നുള്ളതാണ് ആ പദ്ധതിയുടെ ഗുണമായി പറയുന്നത്. മത്സ്യബന്ധന മേഖലയിലും ചില അനുകൂലമാകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. നീല വിപ്ലവം കൊണ്ടുവരും. അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളെ കർഷകരായി പരിഗണിച്ചുകൊണ്ട് തത്തുല്യമായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുമെന്നുള്ള ഒരു വാഗ്ദാനവുമുണ്ട്. കാർഷിക മേഖലയിൽ പൊതുവെ ഈ രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ സമഗ്രമായ മാറ്റത്തിനും കാർഷിക മേഖലയിലെ പ്രതിസന്ധി, വരാനിരിക്കുന്ന വരൾച്ച ഭീഷണികൾ ഒക്കെ മറികടക്കുന്നതിനുള്ള പദ്ധതികളുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നത് തന്നെയാണ് വസ്തുത. ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ബജറ്റ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഭാവി മുന്നിൽ കണ്ടുള്ള ബജറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. लोगों के जीवन में नई आकांक्षाएं और खूब सारी अपेक्षाएं हैं. ये बजट देश को विश्वास दे रहा है कि इन्हें पूरा किया जा सकता है. ये विश्वास दे रहा है कि दिशा सही है, प्रोसेस ठीक है, गति सही है और इसलिए लक्ष्य पर पहुंचना भी निश्चित है. ये बजट आशा, विश्वास और आकांक्षा का बजट है. ये बजट 21वीं सदी के भारत की अपेक्षाओं को पूरा करने और न्यू इंडिया के निर्माण में एक अहम कड़ी साबित होगा. നിരാശാജനകമായ ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. പുതുമയൊന്നുമില്ലാത്ത ബജറ്റിൽ വാഗ്ദാനങ്ങളുടെ ആവർത്തനം മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. Failing from their old promises, and simply it is a repetition of their old promises, nothing new. They are talking about new India, but it is simply a old wine in a new bottle. Nothing new enterprise, nothing new initiative. All are monotonous, simply I can say. Government has been imposing again tax on petrol and etc. We certainly, create inflation in the market also. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിരാശാജനകമാണെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പറയുന്നു. മോദിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രസംഗമാണ് ധനമന്ത്രി നടത്തിയത് എന്നാണ് എംപിമാരുടെ വിമർശനം. പുതിയ പദ്ധതികളൊന്നുമില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടില്ല. പെട്രോൾ ഡീസൽ വില വർധന കേരളത്തെ സാരമായി ബാധിക്കുമെന്നിങ്ങനെയായിരുന്നു
കേരള എംപിമാർ ബജറ്റിനെ വിലയിരുത്തിയത്. പ്രളയം ഉൾപ്പെടെ സംസ്ഥാന ആവശ്യങ്ങൾ ഒന്നും പരിഗണിക്കപ്പെട്ടില്ലെന്നായിരുന്നു NK പ്രേമചന്ദ്രന്റെ വിമർശനം. ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തിയത് 6.1% തൊഴിലില്ലായ്മയുടെ വളർച്ചാ നിരക്ക് ഏർപ്പെടുത്തിയ ആ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശമോ ഡയറക്റ്റീവ്സോ ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. യുവാക്കളുടെ തൊഴിൽ പ്രതിസന്ധി അഭിസംബോധന ചെയ്തിട്ടില്ലെന്ന് ഹൈബീഡനും നിരാശാജനകമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ബജറ്റ് കേരളത്തെ പൂർണ്ണമായും എഴുതിത്തള്ളിയെന്ന് ആന്റോ ആന്റണി MPയും പറഞ്ഞു. 2.5 മണിക്കൂർ നീണ്ടു നിന്ന വലിയ പ്രസംഗം നടത്തിയതല്ലാതെ ഇതിലൂടെ പാവപ്പെട്ട ആളുകൾക്കോ സാധാരണക്കാർക്കോ എന്ത് പ്രയോജനമുള്ള ഒന്നും ഈ ബഡ്ജറ്റിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ടോയ്ലറ്റിന്റെയും ഗ്യാസ് കണക്ഷന്റെയും എണ്ണം പറഞ്ഞ് നടത്തിയ ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു പ്രസംഗത്തിനപ്പുറം വളരെ അൺഅച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സ് ആണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ ഫിനാൻസ് മന്ത്രി പുറത്തുവിട്ടിട്ടുള്ളത്. ഊർജ്ജസ്വലത ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ് ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഇന്ധനവില വർധന വിലക്കയറ്റത്തിന് വഴിയൊരുക്കുമെന്നായിരുന്നു ബെന്നി ബെഹനാന്റെ പ്രതികരണം. ശ്രീ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് ഈ ബഡ്ജറ്റിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിന് സമ്പൂർണ്ണ നിരാശ നൽകുന്ന ബജറ്റാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന ബജറ്റാണിത്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത് ഏറ്റവും ജനവിരുദ്ധ തീരുമാനമാണെന്നും ഐസക് പ്രതികരിച്ചു. പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും പിൻബലമുള്ള ബജറ്റ് പെട്ടി ഇല്ലാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാനെത്തിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനമന്ത്രി മുതൽ ഇന്നോളമുള്ള എല്ലാ ധനമന്ത്രിമാരും ബജറ്റ് പെട്ടി നെഞ്ചോട് ചേർത്താണ് പാർലമെന്റ് കവാടത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരുന്നത്. ആ പതിവും നിർമ്മല തിരുത്തി. ബജറ്റ് അവതരിപ്പിക്കാനെത്തുന്ന ധനമന്ത്രിമാർ കയ്യിൽ ബജറ്റ് രേഖകളടങ്ങുന്ന തുകൽപ്പെട്ടി കരുതുന്നത് പതിവാണ്. 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രമാണ് ഈ പെട്ടിക്ക് പിന്നിലുള്ളത്. ഫ്രഞ്ച് വാക്കായ ബഗറ്റിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കുണ്ടായത്. ബഗറ്റിന്റെ അർത്ഥം തുകൽ ബാഗ് എന്നാണ്. അതുകൊണ്ടാകാം വർഷങ്ങളായി ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും ധനമന്ത്രിമാർ ബജറ്റ് അവതരിപ്പിക്കാനെത്തുമ്പോൾ ബാഗ് കയ്യിൽ കരുതുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 1860 ബ്രിട്ടന്റെ ധനകാര്യ വകുപ്പ് തലവനായിരുന്ന വില്യം എവാർഡ് ഗ്ലാഡ്സ്റ്റോൺ ആണ് ചുവന്ന തുകൽപ്പെട്ടിയുമായി ബജറ്റ് അവതരിപ്പിക്കാനെത്തിയിരുന്നത്. ബ്രിട്ടന് പിന്നാലെ ബ്രിട്ടന്റെ അധീനതയിലുണ്ടായിരുന്ന ഇന്ത്യയിലും ഈ സംസ്കാരം അനുകരിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ ആദ്യത്തെ ധനമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയും ലെതർ പെട്ടിയുമായാണ് ബജറ്റ് അവതരിപ്പിക്കാനെത്തിയത്. 1970കളിൽ യശ്വന്ത് റാവു ചവാനും ഇന്ദിരാഗാന്ധിയും മാറ്റങ്ങൾ വരുത്തിയ പ്രത്യേക സ്ട്രാപ്പും ബക്കിളും ഉണ്ടായിരുന്ന ബജറ്റ് പെട്ടിയാണ് ഉപയോഗിച്ചത്. ധനമന്ത്രി തന്നെയാണ് ബജറ്റ് പെട്ടികൾ തെരഞ്ഞെടുക്കുന്നത്. മന്ത്രാലയം നിർദ്ദേശിക്കുന്ന നിറങ്ങളിൽ നിന്ന് മന്ത്രി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് രീതി. ബജറ്റ് ബ്രീഫ് കേസ് നെഞ്ചോട് ചേർത്ത് വെച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതെ പാർലമെന്റിന്റെ പടികൾ ഒരു ധനമന്ത്രിയും ഇതുവരെ കയറിയിട്ടില്ലെന്ന ചരിത്രത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. അശോകസ്തംഭം ആലേഖനം ചെയ്ത പ്രത്യേക വെൽവെറ്റ് സഞ്ചിയിലാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിറോ മലബാർ സഭയുടെ സ്ഥിരം സിനഡിന്റെ അടിയന്തര യോഗം ആരംഭിച്ചു. സഭയിലെ ഇപ്പോഴത്തെ ആഭ്യന്തര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ. ഗോപി, ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ സിനഡ് ആരംഭിച്ചു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അതോടൊപ്പം തന്നെ തൃശൂർ രൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ബിഷപ്പുമാരായ മാത്യു മൂലക്കാട്ട്, ജോർജ് ഞരളങ്ങാട്ട് എന്നിവരെ അവരോടൊപ്പം തന്നെ ഈ ബിഷപ്പിൽ ഇതിൽ സാധാരണഗതിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് നേരത്തെ അതിരൂപത അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററായ ജേക്കബ് മനത്തോടത്തായിരുന്നു. പക്ഷെ അദ്ദേഹം സ്ഥലത്തില്ലാത്തതിനാൽ അദ്ദേഹത്തിന് പകരമായി ഇപ്പോൾ പങ്കെടുക്കുന്നത് 5ാമത്തെ അംഗമായി പങ്കെടുക്കുന്നത് പാലാ രൂപത മെത്രാനായ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് പങ്കെടുക്കുന്നത്. ഇങ്ങനെ 5 പേരുടെ കോറം തികഞ്ഞാണ് സ്ഥിരം സിനഡ് പുരോഗമിക്കുന്നത്. എന്തായാലും സിറോ മലബാർ സഭയിൽ ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭിന്നത ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. വൈദിക സമിതി ഉയർത്തുന്ന വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ ഇവരുടെ നിലപാടുകളെല്ലാം തന്നെയാണ് പ്രധാനമായും തന്നെ ചർച്ചയ്ക്ക് വരുന്നത്. വൈദിക സമിതി വിമത യോഗം ചേർന്നിരുന്നു. അതിൽ പങ്കെടുത്ത വൈദികർക്കെതിരെ നടപടി വേണമെന്നൊരു ശക്തമായ ആവശ്യം ആ സിനഡിൽ ഉയരുന്നുണ്ട്. പക്ഷെ അത്തരം ഒരു നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും ഏതാണ്ട് 5 മണിയോടുകൂടി സിനഡ് യോഗം സമാപിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കും. ഗോപി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്.
നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പിനെ അന്വേഷണ കമ്മീഷനാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇടുക്കി എസ്പിക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തിന് ശേഷം പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണത്തെ രാജ്കുമാറിന്റെ കുടുംബം സ്വാഗതം ചെയ്തു. എസ്പിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിൽ കാര്യമില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ജുഡീഷ്യൽ അന്വേഷണം എന്ന പ്രതിപക്ഷ ആവശ്യം നിയമസഭയിൽ നിഷേധിച്ച മുഖ്യമന്ത്രി സഭാ സമ്മേളനം അവസാനിച്ച പിറ്റേന്ന് പ്രതിപക്ഷ ആവശ്യത്തിന് വഴങ്ങി. കസ്റ്റഡി കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കസ്റ്റഡി മരണം സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുക. ജസ്റ്റിസ് നാരായണക്കുറുപ്പായിരിക്കും അന്വേഷിക്കുന്നത്. 6 മാസക്കാലത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറയുകയാണ്. രാജ്കുമാറിനെ മന്ത്രി എം മണി അധിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എസ്പിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി. അവിടെ പല വിധത്തിലുള്ള പരാതികൾ അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയോട് ആദരവുണ്ടായിരുന്നെങ്കിൽ അന്വേഷണം സഭയിൽ പ്രഖ്യാപിച്ചനെ എന്ന് പ്രതിപക്ഷ നേതാവ്. ഇന്ന് നിയമസഭയിൽ ഞങ്ങൾ 3 ദിവസം ആവശ്യപ്പെട്ടതാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന്. നിയമസഭയോട് എന്തെങ്കിലും ഒരു ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടത് നിയമസഭയ്ക്കുള്ളിലാകണമായിരുന്നു. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ലെന്ന വിമർശനം മുല്ലപ്പള്ളി ആവർത്തിച്ചു. നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പിന്റെ ചാർജ് കൂടി വയ്ക്കുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിൽ നിയന്ത്രണമില്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ആഭ്യന്തര മന്ത്രി പദവി ഒഴിയാൻ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല സന്ദർഭമായിട്ട് ഇതിനെ അദ്ദേഹം നോക്കിക്കാണണം. എസ്പിയെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് രാജ്കുമാറിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. കുമാറിനെ കൊന്ന കേസിൽ 1-ാം പ്രതിയും 2-ാം പ്രതിയാക്കി കേസെടുക്കുക. CBI അന്വേഷണം ഉറപ്പായിട്ടും നടപ്പിലാക്കി കൊണ്ടുവരിക. ന്യൂസ് 18 തിരുവനന്തപുരം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാറിനെ പോലീസുകാർ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നുവെന്ന കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ചിന് അന്വേഷണ റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാലിന് കസ്റ്റഡി കൊലയിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന മൊഴികളും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കൊച്ചി മരടിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച 5 അപ്പാർട്ട്മെന്റുകൾ പൊളിച്ചുമാറ്റണമെന്ന ഉത്തരവിൽ ഉറച്ച സുപ്രീംകോടതി. ഉത്തരവിനെതിരെ താമസക്കാർ നൽകിയ റിട്ട് ഹർജി കോടതി തള്ളി. ഉത്തരവ് മറികടക്കാൻ അവധിക്കാല ബെഞ്ചിൽ നിന്ന് സ്റ്റേ ലഭ്യമാക്കിയതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. മുതിർന്ന അഭിഭാഷകരും കക്ഷിയിലും ചേർന്ന് കോടതിയെ കബളിപ്പിക്കുകയാണെന്നും ഇത് വെച്ചുപൊറുപ്പിക്കില്ലെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര താക്കീത് ചെയ്തു. കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ക്രമക്കേടുകളാണ് പാലാരിവട്ടം പാലം പണിയിൽ നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 102 ഗഡറുകൾ ഉള്ള പാലത്തിൽ 97 വിള്ളൽ ഉള്ളത് ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തി. പാലം സഞ്ചാരയോഗ്യമാക്കാൻ 10 മാസം സമയവും 18.5 കോടി രൂപയും വേണം. പാലാരിവട്ടം പഞ്ചവടിപ്പാലം തന്നെയെന്ന് ഒടുവിൽ ശ്രീധരനും സ്ഥിരീകരിച്ചു. പാലത്തിൽ രൂപകൽപ്പന മുതൽ അപാകതയുണ്ടെന്നും 18 പിയർ ക്യാപ്പുകളിൽ 16ലും വിള്ളലുണ്ടെന്നും ശ്രീധരന്റെ റിപ്പോർട്ടിൽ പറയുന്നതായി മുഖ്യമന്ത്രി. പാലത്തിന് 102 RCC ഗർഡറുകളാണ് ഉള്ളത്. ആ 102ൽ 97നും വിള്ളൽ വീണിട്ടുണ്ട്. ഉപയോഗിച്ച കോൺക്രീറ്റ് നിലവാരം കുറഞ്ഞതാണ്. അതായത് ഡിസൈനിൽ തന്നെ അപാകതയുണ്ട്. നിർമ്മാണ സാമഗ്രികൾക്ക് ആവശ്യമായ സിമെന്റും കമ്പിയും ഇതിൽ ആ തോതിൽ ഉപയോഗിച്ചിട്ടില്ല. നിലവാരമില്ലാത്ത കോൺക്രീറ്റ് കൊണ്ടാണ് പാലം പണിതത്. ആവശ്യത്തിന് കമ്പിയും സിമെന്റും ഉപയോഗിച്ചിട്ടില്ല. 100 വർഷം ഉപയോഗിക്കേണ്ട പാലം 2.5 വർഷം കൊണ്ട് തകരാറിലായത് ഇതുകൊണ്ടാണ്. 100 വർഷം ഉപയോഗിക്കേണ്ട പാലം 2.5 വർഷം കൊണ്ട് ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇത് സംസ്ഥാനത്ത് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ്. 42 കോടി ചെലവിട്ട് പണിത പാലം നന്നാക്കാൻ 18.5 കോടി രൂപ ഇനി വേണം. 10 മാസം സമയമെടുക്കും. മെട്രോമാൻ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നൽകിയ റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം തുടർ നടപടികൾക്ക് PWDയെ ചുമതലപ്പെടുത്തി. ക്രമക്കേടിന്റെ ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അന്വേഷണത്തിൽ സർക്കാർ ഇടപെടില്ലെന്നും മുഖ്യമന്ത്രി. ന്യൂസ് 18 തിരുവനന്തപുരം. സംഗീതജ്ഞൻ ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് സംശയകരമായി കണ്ട 3 പേരെയും തിരിച്ചറിഞ്ഞ കലാഭവൻ സുബിൻ. ബാലഭാസ്കറിന്റെ ബന്ധുക്കൾ കാണിച്ച ഫോട്ടോകളിലൂടെയാണ് ഇവരെ തിരിച്ചറിഞ്ഞതെന്നും സുബിൻ വ്യക്തമാക്കി.